ഞാൻ ഒരു നിഘണ്ടു മേഖലയിൽ നിന്ന് ഉള്ള ഒരു തമാശ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നിഘണ്ടുക്കളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തമാശ പൊതുവെ ആളുകൾക്ക് തോന്നാറില്ല. എന്നാൽ ഇത് ഉണ്ടായൊരു സംഭവമാണ്. നിങ്ങളിൽ ഒരുപാട് പേര് കണ്ടു കാണും. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഭാഷാ നിഘണ്ടു എന്ന പേരിലൊരു നിഘണ്ടു ഇറക്കിയിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ശബ്ദധാരാവലിയുടെ ഒരു മോഡേൺ വെർഷനാണ്. ശബ്ദധാരാവലിയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത ഒരുപാട് സംസ്കൃത വാക്കുകളുണ്ട്. അതിൽ വലിയൊരു ശതമാനം കളയുകയും കൂടുതൽ സമകാലീനമായിട്ടുള്ള വാക്കുകൾ ചേർത്ത ഉണ്ടാക്കിയൊരു ഡിക്ഷണറിയാണ് കേരള ഭാഷാ നിഘണ്ടു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലയാളത്തിൽ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഡിക്ഷണറിയാണ്. വളരെ ചെറുതായിട്ടാണ് ഇപ്പം പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ നിഘണ്ടുവിൻ്റെ ആദ്യത്തെ എഡിഷൻ ഇറങ്ങിക്കഴിഞ്ഞ് വിപണിയിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു കത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടി. ആ കത്തിൽ എഴുതിയിരുന്ന ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ നിഘണ്ടു തുറന്നപ്പോൾ ഞാൻ ആദ്യം കണ്ട വാക്ക് ഹസ്തമൈഥുനം എന്ന വാക്കാണ് ഞാൻ തുറന്നപ്പോൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ താഴെ അർത്ഥം കൊടുത്തിരുന്നത് നോക്കുക മുഷ്ടിമൈഥുനം. ഇതാണ് അർത്ഥം കൊടുത്തിരുന്നത്. അപ്പം ഞാൻ ഉടനെ മുഷ്ടിമൈഥുനം എന്ന വാക്ക് നോക്കി. അവിടെ കൊടുത്തിരുന്നു നോക്കുക ഹസ്തമൈഥുനം. തമാശ ഇവിടെ തീരുന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു കാര്യം കൂടെ എഴുതിയിരുന്നു. ഈ എഴുതിയ ആളെ ഞാൻ അവസാനം ഒരിക്കൽ കണ്ടുപിടിച്ചു. അദ്ദേഹം എഴുതിയിരുന്നത് ഈ പറഞ്ഞ കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഇതിൻ്റെ എഡിറ്റർക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഇതിൻ്റെ അർത്ഥം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ല എന്നൊരു കമൻറ്റോടുകൂടിയാണ് ഈ കത്ത്. വളരെ രസകരമായൊരു കത്താണ്. എന്തായാലും ഈ നിഘണ്ടു നിർമ്മാതാക്കൾ, ലെക്സിക്കോഗ്രാഫേഴ്സ് സമൂഹത്തോടു കൂടി കാണിക്കേണ്ട ഒരു പ്രതിബദ്ധതയെക്കുറിച്ച് എപ്പോഴും ആ കത്ത് എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നാണ്. പക്ഷേ ഈ നിഘണ്ടുവിനെ സംബന്ധിച്ച് പിന്നീട് വന്ന ഒരു ട്രാജഡി എന്നെ സംബന്ധിച്ചിടത്തോളം, ഇത് 2014 ഇതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു റിവിഷൻ ചുക്കാൻ പിടിച്ചത് ഞാനായിരുന്നു. ഞാൻ വളരെ സന്തോഷമായി ഇതൊക്കെ ചെയ്തു. പക്ഷെ കുറച്ചു കാലം മുമ്പ് ഞാനൊരു കണ്ടുപിടുത്തമല്ല ആകസ്മികമായി കണ്ടെത്തിയത്, ഈ നിഘണ്ടുവിൽ ഞാൻ എന്ന വാക്കില്ല. ആദ്യത്തെ എഡിഷനിലുമില്ല, ഞാൻ റിവൈസ് ചെയ്ത സെക്കൻഡ് എഡിഷനിലുമില്ല. ഗുപ്തൻ നായർ സാറായിരുന്നു ആദ്യത്തെ എഡിഷൻ്റെ എഡിറ്റർ. ഇതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് ഗുപ്തൻ നായർ സാറാണ്. അപ്പോൾ ഒരു നിഘണ്ടുവിൽ, മലയാളം നിഘണ്ടുവിൽ ഞാൻ എന്ന വാക്കില്ല. എന്താണ് അതിൻ്റെ ഒരു സൂചന? ഒരു പക്ഷേ നമ്മൾ ഞാൻ എന്നുള്ള വാക്കാരും മലയാളികളാരും അതിൻ്റെ ഒരു അർത്ഥം നോക്കുകയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ആരും ശ്രദ്ധിക്കാത്തത്. ഇത് കണ്ടെത്തിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സിന് വേണ്ടി ഒരു ഓൺലൈൻ നിഘണ്ടു ചെയ്യുകയുണ്ടായി അടുത്ത കാലത്ത്. 20,000 വാക്കുള്ള മലയാളം ഇംഗ്ലീഷ്. ആ സമയത്ത് മറ്റ് പല നിഘണ്ടുക്കളും താരതമ്യം ചെയ്തപ്പോൾ കണ്ടെത്തിയ ഒരു ഇതാണ്. ഈ നമ്മൾ ലെക്സിക്കോഗ്രാഫേഴ്സ് സമൂഹത്തോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധതയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഓളം എന്ന നിഘണ്ടുവിലേക്ക് വരുന്നത്. ഓളം എന്ന് പറഞ്ഞ പേര് തന്നെ നിഘണ്ടുക്കളിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ്. കാരണം ശബ്ദധാരാവലി, സാഗരം ഇങ്ങനെയൊക്കെ നിഘണ്ടുക്കൾക്ക് പേരിട്ടിരുന്നൊരു കാലമുണ്ട്. അന്ന് ശബ്ദധാരാവലിയൊക്കെ നമ്മൾ നോക്കിയാൽ അതിലുള്ള ഒരു മുൻവിധി അല്ലെങ്കിൽ ഒരു ധാരണ വളരെ ലിറ്ററേറ്റായിട്ടുള്ള സാഹിത്യമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വലിയ കാര്യങ്ങളൊക്കെ എഴുതുന്ന ആളുകൾക്ക് ആവശ്യമുള്ള ഒരെണ്ണമാണ് നിഘണ്ടു. സാധാരണ ഭാഷ എന്ന് പറയുന്നത് ആരെങ്കിലും ഡിക്ഷണറി അത് പരിശോധിക്കാനായിട്ട് ഡിക്ഷണറി നോക്കും എന്നൊരു സങ്കല്പം അന്നില്ല. അപ്പോൾ വളരെ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത സംസ്കൃത വാക്കുകൾ ശബ്ദധാരാവലിയിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഗുണ്ടപ്പൻ്റെ നിഘണ്ടു തിരിച്ചായിരുന്നു. സാധാരണ വാക്കുകളും ഇതുമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ലേറ്റസ്റ്റ് വെർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സാധാരണ വാക്കുകൾ, അതിൻ്റെ ചിത്രങ്ങൾ, വീഡിയോ, ഉദാഹരണമായിട്ട് നമ്മൾ പാതാളക്കരണ്ടി നിഘണ്ടുവിൽ കാണാം. പക്ഷെ ഇത് കണ്ടിട്ടുള്ളവർ വളരെ കുറവാണ്. അപ്പോൾ അവിടെ ഒരു ചിത്രം വരികയാണിപ്പോൾ. അപ്പോൾ നിഘണ്ടു എന്നുള്ളൊരു സങ്കല്പം തന്നെ ഞങ്ങളൊക്കെ ലെക്സിക്കോഗ്രാഫി എന്ന് പറയുന്ന ഇത് പഠിക്കുമ്പോൾ പറയുന്ന ഒരു അടിസ്ഥാന തത്വം എൻസൈക്ലോപീഡിക് നോളജ് ആൻഡ് ലിംഗ്വിസ്റ്റിക് നോളജ്, ഇത് രണ്ടും വേറെയാണ്.
പാതാളക്കരണ്ടി എന്താണെന്ന് നിർവചിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ധർമ്മം. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആണ് ഓളം എന്ന് പറയുന്നൊരു നിഘണ്ടു ഇപ്പോൾ മിക്കവാറും പേരുടെ കയ്യിലുണ്ട്. എല്ലാവരും ഇപ്പോൾ എഴുതുന്നവരും അല്ലെങ്കിൽ ഗവേഷകരും ഒക്കെ ആദ്യം ഓടിപ്പോകുന്നത് ഓളത്തിലേക്കാണ്. അതിലെന്തെങ്കിലും തെറ്റ് പറ്റിയാലും വലിയ പ്രശ്നമാണ്. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് ആരും ഇപ്പം നോക്കാറില്ല. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരാം അങ്ങനെയുള്ള. ഇപ്പോൾ ഇതിലൊരു ക്രൗഡ് സോഴ്സ്ഡ് ഒരു നിഘണ്ടു എന്നൊരു സങ്കല്പം, അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ, പക്ഷേ ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാ, ലോകത്തെ ഏറ്റവും പ്രശസ്ത നിഘണ്ടുവായ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ആദ്യത്തെ എഡിഷൻ ജെയിംസ് മറേ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ, കാരണം ഇന്നുള്ള ആധുനിക നിഘണ്ടുക്കളൊക്കെ അതിൻ്റെ മാതൃകയിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ നിഘണ്ടു ക്രൗഡ് സോഴ്സ്ഡ് ആയിരുന്നു. ആർക്കും ഇപ്പോൾ അറിഞ്ഞുകൂടാ. അന്ന് ഈ ജെയിംസ് മറേ ഒരു ഫോമറ്റ് ഉണ്ടാക്കി ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും പുസ്തകങ്ങളിൽ നിന്ന് വാക്കുകളെടുത്ത് സ്ലിപ്പാക്കി അയച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ബേക്കൻ്റെ ഒരു ബുക്ക് ഓഫ് എസ്സേസ് എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്ലിപ്പിൽ ആവശ്യമുള്ള വാക്കുകൾ, അങ്ങനെ പല സ്ലിപ്സ് കമ്പയർ ചെയ്ത് ഏറ്റവും ആദ്യത്തെ യൂസേജ് എന്താണ്, എന്നാണ്, അതിലെ അർത്ഥഭേദങ്ങൾ എന്താണ്, അങ്ങനെ കമ്പൈൽ ചെയ്താണ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി. ജെയിംസ് മറേ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ക്ലിയർ ചെയ്തപ്പോൾ പൊതുജനങ്ങൾ അയച്ച ഇത്തരം കുറിപ്പുകൾ 2 ടൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം അതിനകത്തേക്ക്, പക്ഷേ അതൊരു അൺകൺട്രോൾഡ് ആയിട്ടല്ല പോകുന്നത്. അതിനൊരു ഫോമറ്റ് ജെയിംസ് മറേ കൊടുത്തിരുന്നു. പിന്നീട് ലെക്സിക്കോഗ്രാഫ് ഈ സ്ലിപ്പ് മുതൽ ജെയിംസ് മറേ വരെ എത്തുന്ന ഒരു ടീം അത് നോക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഡിക്ഷണറികളുടെ ഇത് പലപ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. പണ്ടാണെങ്കിൽ ഒരു പ്രിൻ്റ് ഡിക്ഷണറി, ഇപ്പം പ്രിൻ്റ് ഡിക്ഷണറിയുടെ കാലം കഴിഞ്ഞു. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി വരെ പ്രിൻ്റ് ഡിക്ഷണറി എന്നുള്ളത് വളരെ കുറച്ച് കൊണ്ടുവന്ന് ഓൺലൈനിലോട്ട് മാത്രം ഇറക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഓളം എന്ന നിഘണ്ടുവിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇത് ക്രൗഡ് സോഴ്സ്ഡ് ആണെന്ന് മാത്രമല്ല, അതല്ല അതിൻ്റെ ഒരു പ്രത്യേകത. ഈ നമ്മൾ എപ്പോഴും ഒരു ഭാഷയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ നിഘണ്ടു, ആദ്യത്തെ വ്യാകരണം ഇങ്ങനെയൊക്കെ എടുത്ത് പറയാറുണ്ട്. അത് ഏതാണെന്നുള്ള തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ നിഘണ്ടു മേഖലയിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ കൈലാസ്നാഥന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ ഏറ്റവും സന്തോഷകരമായൊരു കാര്യം. കാരണം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നിഘണ്ടുവിൻ്റെ മേഖലയിൽ വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ശൂർനാട് കുഞ്ഞൻപിള്ള സാറ് എഡിറ്ററായിട്ട് ആരംഭിച്ച മലയാള മഹാനിഘണ്ടു. 70 വർഷത്തെ മാൻ പവർ, ഒരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ശൂർനാട് കുഞ്ഞൻപിള്ള സാറിനെ പോലെ ഒരാൾ തലപ്പത്ത്, അതുപോലെ പലരും ചേർന്ന് ഉണ്ടാക്കിയ 70 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഔട്ട്പുട്ട് ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ. ആ നിഘണ്ടു പ്രോജക്റ്റ് നിന്നു പോവുകയാണ്. വളരെ വലിയൊരു, പക്ഷെ ആ നിഘണ്ടുവിന് പോലും കാലികമല്ല എന്നൊരു വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കൃഷ്ണഗാഥയിലെ ഒരു വാക്ക് എൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാൻ ചിലപ്പോൾ അതിൽ പറ്റുമായിരിക്കും. പക്ഷെ മലയാളത്തിലെ ഒരു വാക്കിന് സംഭവിച്ച അർത്ഥം, കാരണം ഇപ്പം പീഡനം എന്നുള്ളൊരു വാക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കൊടുക്കുന്ന ആദ്യത്തെ അർത്ഥം, നമ്മൾ ലെക്സിക്കോഗ്രാഫിക് ഇതിൽ സെൻസ് എന്ന് പറയും, ഒരു വാക്കും അതിനുള്ള അർത്ഥഭേദങ്ങൾ. അപ്പോൾ ആദ്യത്തെ അർത്ഥം ഇന്ന് പീഡനം എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ്, വേറൊരു അർത്ഥമാണ് അതിനുള്ളത്. സംവിധാനം എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷൻ എന്നല്ല, അതിനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. ഇങ്ങനെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുകയാണ്. മലയാള മഹാനിഘണ്ടു നോക്കിക്കഴിഞ്ഞാൽ 70 വർഷം മുമ്പുണ്ടായിരുന്ന അർത്ഥമാണ് ഇപ്പോഴും ഉള്ളത്. വളരെ മഹത്തായൊരു നിഘണ്ടുവാണ്. പക്ഷേ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കാലത്തിൻ്റെ ഒരു നിഘണ്ടു ഓൺലൈൻ നിഘണ്ടു ആയാലേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇത്. അത് എനിക്ക് തോന്നുന്നു കൈലാസ്നാഥനെ പോലെ ഈ ഫീൽഡിലല്ല, പുറത്തുനിന്ന് വരുന്ന ഒരാൾ, നിഘണ്ടു നിർമ്മാണത്തിൻ്റെയോ ഭാഷാ പാണ്ഡിത്യത്തിൻ്റെയോ ഫീൽഡിൽ നിന്നല്ല, അദ്ദേഹമാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇപ്പോൾ ഈ ഓളം എന്ന നിഘണ്ടുവിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞാൻ കൈലാസ്നാഥിലേക്ക് പോകുന്നു. കൈലാസ്, നമുക്ക് ഈ ഓളം എന്നൊരു നിഘണ്ടു
അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? എന്താണ് താങ്കൾ വിഭാവന ചെയ്തത് അവിടെ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. 2009-10 കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം ഓൺലൈനായിട്ട് ഒരുപാട് ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാടായിട്ട് തപ്പിയിരുന്നു. പക്ഷേ അന്നും ഓൺലൈൻ നിഘണ്ടുക്കളുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളില്ല, കൃത്യമായിട്ടുള്ള എൻട്രികളില്ല. നമ്മളൊരു വാക്കെടുത്ത് നോക്കിക്കഴിയുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് വാക്ക് ഒരു 10-20 പരസ്യങ്ങൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു വെബ് പേജുകൾ ഉണ്ടായിരുന്നു, ആ രൂപത്തിലുള്ള നിഘണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ടുള്ള നീരസവും അമർഷവുമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേഷ്യം ആണ് ഓളത്തിൻ്റെ ഉൽപ്പത്തി. അപ്പം 1-2 വർഷം ഇങ്ങനെ ബുദ്ധിമുട്ടി. ഓരോ പ്രാവശ്യം ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളം അർത്ഥം തപ്പിയെടുക്കാൻ ഉള്ള ബുദ്ധിമുട്ട് ഓൺലൈൻ. നേരെ മറിച്ച് അതേ സമയത്ത് ഇംഗ്ലീഷിന് നല്ല നിഘണ്ടുകളുണ്ടായിരുന്നു. ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. വിക്കിപീഡിയ വളർന്നു വരുന്ന കാലം, കോളിൻസ് ഡിക്ഷണറി. അപ്പം എന്തുകൊണ്ട് മലയാളത്തിന് ഇങ്ങനൊരു നിഘണ്ടു ഇല്ല, ഇങ്ങനത്തെ ഒരു റിസോഴ്സ് ഓൺലൈൻ ഇല്ല എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു നിഘണ്ടു തുടങ്ങാം എന്നൊരു തീരുമാനമെടുത്ത് തുടങ്ങിയതാണ് ഓളം. ആദ്യത്തെ ഒരു 5000-ഓളം വാക്കുകൾ, എനിക്ക് മനസ്സിൽ തോന്നിയ വാക്കുകൾ, അവിടുന്ന് ഇവിടുന്ന് ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി വെച്ചെടുത്ത് തപ്പിയെടുത്ത വാക്കുകൾ, ഒരു 5000-10,000 ഇടയ്ക്ക് എണ്ണം വരുന്ന വാക്കുകൾ ഞാൻ തന്നെ ടൈപ്പ് ചെയ്തുണ്ടാക്കി. അതായിരുന്നു ഓളത്തിൻ്റെ ആദ്യത്തെ വേർഷൻ. പിന്നെ അത് ഓൺലൈൻ പ്രസിദ്ധീകരിച്ചു. പിന്നെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി എനിക്ക് വേണ്ടി തന്നെ. അപ്പോൾ ഇത് എനിക്ക് വേണ്ടി ചെയ്തൊരു സംവിധാനമായിരുന്നു. പബ്ലിഷ് ചെയ്തതിന് ശേഷം, പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. ആൾക്കാർ ഇമെയിൽ അയക്കാൻ തുടങ്ങി. ഈ വാക്കില്ല, ഇതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ചേർക്കുമോ? അങ്ങനെ അതിൻ്റെ എണ്ണം കൂടിക്കൂടി വന്നു. ഇത് എവിടെയും പബ്ലിസൈസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഗൂഗിൾ വഴി തന്നെ ആൾക്കാർ ഡിസ്കവറി ചെയ്ത് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ആ സമയത്ത് ക്രൗഡ് സോഴ്സിങ് എന്ന് പറഞ്ഞ ഐഡിയ, വിക്കിപീഡിയ ആയിരുന്നു അന്ന് ഇൻ്റർനെറ്റ് ഏറ്റവും വലിയ ക്രൗഡ് സോഴ്സ്ഡ് റിസോഴ്സ്, ഇന്നുമാണ്. അങ്ങനെയാണ് ക്രൗഡ് സോഴ്സിംഗ് എന്ന ആശയം വരുന്നത്. അപ്പം ക്രൗഡ് സോഴ്സിംഗ് തുടങ്ങി. ആർക്കും ഓളത്തിൽ വരാം, ഒരു ഫോം പൂരിപ്പിക്കാം, ഉള്ള ഒരു വാക്കിൻ്റെ തിരുത്ത് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു വാക്ക്, അതിൻ്റെ അർത്ഥം, അതിൻ്റെ പാർട്ട് ഓഫ് സ്പീച്ച് ടാഗ്, ഇപ്പം നാമമാണോ ക്രിയയാണോ എന്നുള്ള ആ സ്ട്രക്ചർ ഡേറ്റ ആർക്കും സബ്മിറ്റ് ചെയ്യാം എന്നുള്ളൊരു സംവിധാനം കൊണ്ടുവന്നു. അങ്ങനെ 100 കണക്കിന്, 1000 കണക്കിന്, പിന്നെ 10,000 കണക്കിന് വാക്കുകൾ വരാൻ തുടങ്ങി ഓളം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അതിൻ്റെ ഇടയിൽ ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ സ്ക്രീപ്പ് ചെയ്തെടുത്ത്, തിരഞ്ഞു കൂട്ടിപ്പിടിച്ചെടുത്ത് ഒരുപാട് വാക്കുകൾ ചേർത്തു. അങ്ങനെ ഒരു 2013-14 കാലഘട്ടം ആയപ്പോഴത്തേക്ക് ഓളത്തിലൊരു 40,000-ൽ പരം ഇംഗ്ലീഷ് എൻട്രികളും അതിന് 100,000-ഓളം മലയാളം വ്യാഖ്യാനങ്ങളും വന്നു. അപ്പോൾ അതിൻ്റെ ഉപയോഗവും കൂടിക്കൂടി വന്നു. അങ്ങനെ 2011-12 ഇംഗ്ലീഷ് മലയാളം ഇത് നടക്കും, ഇത് എനിക്ക് ഉപകാരമുണ്ട്, പലർക്കും ഉപകാരമുണ്ടെന്ന് എനിക്ക് എൻ്റെ ബോധ്യം വന്ന സമയത്ത് ഞാൻ മലയാളം നിഘണ്ടു കൂടി അങ്ങനെ ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 1990-കളിലെ അവസാനം യാഹൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു, ഒരു മെസ്സേജിങ് സിസ്റ്റം. യാഹൂ ഗ്രൂപ്പിൽ KJ ജോസഫ്, ദത്തുക്ക് എന്നറിയപ്പെടുന്ന KJ ജോസഫ് വലിയൊരു വേർഡ് ഫയൽ, ഒരു ടെക്സ്റ്റ് ഫയൽ പോസ്റ്റ് ചെയ്തിരുന്നത് ഞാൻ കണ്ടു. ഞാനത് 12 വർഷത്തിന് ശേഷമാണ് കാണുന്നത്, യാദൃശ്ചികമായി ഇത് തിരഞ്ഞ് പിടിച്ചു പോയ സമയത്ത്. അദ്ദേഹം ഒരു മലയാളം നിഘണ്ടു ഔട്ട് ഓഫ് കോപ്പിറൈറ്റ്, അത് ഏതാ നിഘണ്ടു എന്നും മനസ്സിലായിട്ടില്ല, അത് നോക്കി യൂണിക്കോഡ് കീബോർഡ്, നമ്മൾ ഇന്ന് എളുപ്പത്തിൽ മലയാളം ടൈപ്പ് ചെയ്യാം, യൂണിക്കോഡ് സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളുണ്ട്. പക്ഷേ 90-കളിൽ മലയാളം ഫോണ്ട് തന്നെ ഒരു പുതുമയായിരുന്നു. ആ കാലഘട്ടത്തിലെ ടെക്നോളജി ഉപയോഗിച്ച് അദ്ദേഹം 1500-ഓളം പേജുകൾ ടൈപ്പ് ചെയ്തുണ്ടാക്കിയിട്ട് അത് പൊതുസഞ്ചയത്തിലായിട്ട് യാഹൂ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു 90-കളിലെ അവസാനം. അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം 70 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്തതാണ്. അപ്പോൾ 12 വർഷത്തിന് ശേഷം എനിക്കത് കണ്ടുകിട്ടിയപ്പം ഞാനത് ക്ലീൻ ചെയ്തു. 2-3 വർഷം എടുത്തു, അത് ക്ലീൻ ചെയ്തു, അത് യൂണിക്കോഡിലേക്ക് മാറ്റി, അത് ഓളത്തിൽ ചേർത്തു. അങ്ങനെ ഓളത്തിൽ ഇതൊരു ആധികാരികമായ ഒരു ഡിക്ഷണറിയാണ് ഈ മലയാളം നിഘണ്ടു. അങ്ങനെ 2013 ഓളത്തിൽ മലയാളം നിഘണ്ടുവും വന്നു. 1,00,000-ഓളം മലയാളം വാക്കുകൾ, 2,00,000-ഓളം വ്യാഖ്യാനങ്ങൾ. അങ്ങനെ 2013 ഇത് ഓളം ഒരു സ്വതന്ത്ര ഓപ്പൺ ഡേറ്റ എന്ന് പറയുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓപ്പൺ ഡേറ്റ ആയിട്ട് പബ്ലിഷ് ചെയ്ത ഒരു മലയാളം നിഘണ്ടുവായി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഓപ്പൺ സോഴ്സ് ഇൻഡിക് നിഘണ്ടുവായിരിക്കാം ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയിലുള്ള. അങ്ങനെ ഓളം വളർന്നുകൊണ്ടേയിരുന്നു.
ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വന്നു. ഇതിപ്പോൾ ഓളത്തിൻ്റെ 14-ാം വർഷമാണ് ഓൺലൈൻ. എല്ലാ മാസവും 25 ലക്ഷത്തോളം മലയാളികൾ ഉപയോഗിക്കുന്നു. ഓളത്തിൽ ഇനി വരാൻ പോകുന്ന വലിയൊരു മാറ്റം കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിലുണ്ടായ വലിയൊരു സംഭവ വികാസമാണ്. നമ്മൾ EK കുറുപ്പ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. മലയാളിയാണ്. അദ്ദേഹം വിരമിച്ചതിന് ശേഷം ബോംബെയിൽ സെറ്റിൽഡാണ്. 70-ലധികം പ്രായമുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അദ്ദേഹം പൊതുസഞ്ചയത്തിലേക്ക് വിടാനും ഓളത്തിൽ ചേർക്കാനും ഉള്ള ആ ഒരു ധാരണയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു, സ്വതന്ത്ര ഓപ്പൺ ഡേറ്റ് ആയിട്ട്. അതിൽ 17 ലക്ഷം എൻട്രികളുണ്ട്. അപ്പം 17 ലക്ഷം എൻട്രികളുള്ളൊരു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു അത് ഓളത്തിൽ വരാൻ പോവുകയാണ്. അപ്പം ആധികാരികം നമ്മൾ ക്രൗഡ് സോഴ്സിങ്ങിനെ പറ്റി പറഞ്ഞു. ക്രൗഡ് സോഴ്സിങ് വേഴ്സസ് ആധികാരികമായിട്ടുള്ള അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഓളത്തിൽ ക്രൗഡ് സോഴ്സിങ്ങിലൂടെ വന്ന സമയപരിമിതി മുതൽ ക്യൂറേഷനിലൊക്കെ വന്ന പെശകളും പാകപ്പിഴകളെല്ലാം പരിഹരിക്കാൻ പറ്റിയ വലിയൊരു ഡേറ്റ സെറ്റാണ് വരാൻ പോകുന്നത്. അതുപോലെ ഞാറ്റുകല ശ്രീധരേട്ടൻ ഇവിടെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്ത 25 വർഷത്തിലധികം എടുത്ത് പ്രിപ്പയർ ചെയ്ത ചതുർഭാഷാ നിഘണ്ടു, 4 ദ്രാവിഡ ഭാഷകളുള്ള നിഘണ്ടു, അതിൻ്റെ ഓൺലൈൻ രൂപം സമം എന്നുള്ള പേരിൽ വരാൻ പോകുന്നു ഓളത്തിൻ്റെ കൂടെ. അപ്പം ഓളം കഴിഞ്ഞ 14 വർഷങ്ങളിൽ കൂടെ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. ഈ ഓളം നിഘണ്ടു ഡിജിറ്റലാക്കുന്ന ആ ആക്കിയ പ്രക്രിയയുടെ ഇടയിൽ നിന്ന് ഭാഷാ കമ്പ്യൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇന്നോവേഷനുകളും വന്നിട്ടുണ്ട്. നമ്മളെ ഇംഗ്ലീഷ് ഭാഷ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ഭാഷ ആൽഗോരിതങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭാഷകൾക്ക് കമ്പ്യൂട്ടർ ആൽഗോരിതങ്ങളൊക്കെ കുറവാണ്, ട്രാൻസ്ലേഷൻ അല്ലെ പാർസിങ് എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം ഫോണറ്റിക്കലി ശബ്ദ സാമ്യത അനുസരിച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റിയ ഒരു ആൽഗോരിതം വന്നു. ആർക്ക് വേണമെങ്കിലും നിഘണ്ടുകൾ ഓൺലൈൻ പ്രസിദ്ധീകരിക്കാനുള്ള വേറൊരു ഡിക്പ്രസ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി വന്നു. അപ്പോൾ ആ നിഘണ്ടു ഡേറ്റ മാത്രമല്ല, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് സാങ്കേതിക ടെക്നോളജിക്കൽ ഇന്നോവേഷൻസും വന്നിട്ടുണ്ട്. ഇപ്പം 14 വർഷത്തിലെത്തി നിൽക്കുന്നുവോളം. ഈ ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതിയത് ഭാര്യയ്ക്ക് വായിക്കാനായിട്ടായിരുന്നു. അതുപോലെ വല്ല കഥയും കാണും എന്നുള്ളൊരു എന്തായാലും അദ്ദേഹത്തെ തന്നെ പഠിപ്പിക്കാനാണ്, മലയാളം പഠിപ്പിക്കാനാണ് ഡിക്ഷണറി ഉണ്ടാക്കിയത്. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് വന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ നമ്മൾ ഈ ഓൺലൈൻ ഡിക്ഷണറി, പ്രത്യേകിച്ച് ക്രൗഡ് സോഴ്സ്ഡ് ഒരു ഡിക്ഷണറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു പ്രശ്നത്തിലേക്ക് നമുക്ക് ഒന്ന് വരാം. പ്രിൻ്റ് ഡിക്ഷണറിയിൽ വരുന്ന പ്രശ്നം പോലെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്നുള്ളൊരു വാക്ക് ഇല്ല. മലയാള മഹാനിഘണ്ടു സൂര്യനാട് കുഞ്ഞൻപിള്ള സാർ എഡിറ്റ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു പിന്നീട് ഇറങ്ങിയ എഡിഷനിൽ സാർ എഡിറ്റ് ചെയ്തതല്ല, നറുക്കോല എന്നൊരു വാക്ക് ഉണ്ട്. അത് വാസ്തവത്തിൽ നുറുക്കോല എന്നായിരുന്നു. പക്ഷെ ഇവരിത് കണ്ടെത്തുന്നത് ഫോമൊക്കെ സെറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാനാവുമ്പോഴാണ്. അപ്പോൾ ഇതിനെ എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക എളുപ്പമല്ല. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നുറുക്കോല എന്നും പറയും എന്ന് എഴുതി ചേർത്തു. അവിടെ വെച്ചുകൊണ്ട് കുറച്ചൊരു ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൺലൈൻ നിഘണ്ടുവിൽ വരുന്ന തെറ്റുകൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. കാരണം ഇപ്പോൾ ഒരുപാട് സിസ്റ്റംസ്, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു ഗവേഷണ പ്രബന്ധത്തിന് വേണ്ടി ഓൺലൈനിൽ പോയി സെർച്ച് ചെയ്തു. ആ പ്രബന്ധത്തിൻ്റെ പേര് റൂൾസ് ഓഫ് നേസൽ അസിമിലേഷൻ ഇൻ മലയാളം എന്നാണ്. ഇതിൻ്റെ അർത്ഥവും കൂടെ എവിടെ നിന്നോ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് വരികയാണ്. ഇപ്പം നേസൽ അസിമിലേഷൻ എന്ന് ഭാഷാശാസ്ത്രത്തിൽ പറഞ്ഞാൽ ഒരു ശബ്ദത്തെ അതിൻ്റെ അടുത്തുള്ള അനുനാസിക സ്വരത്തിൻ്റെ സ്വാധീനം വരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ എനിക്ക് കിട്ടിയത് മൂക്കൊലിപ്പിൻ്റെ നിയമങ്ങൾ മലയാളത്തിൽ എന്നതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഓൺലൈനിൽ വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. അപ്പോൾ ഈ ഒരു ക്രൗഡ് സോഴ്സ്ഡ് ഒരു ഡിക്ഷണറി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? ഈ ക്രൗഡ് സോഴ്സ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ആളുകൾ തരുന്നതിനെ അതിനെ വെറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള എന്ത് മെക്കാനിസമാണ് ഇതിലുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കൈലാസനാഥ് ഒന്ന് പറഞ്ഞു. ഇത് ഏറ്റവും ഭംഗിയായിട്ട് പരിഹരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഓൺലൈൻ മോഡറേഷൻ എന്നുള്ള ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും വലിയ സ്കെയിലിൽ നടത്തിക്കൊണ്ടുപോകുന്നത് വിക്കിപീഡിയ ആണ്. കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട്
ആർക്ക് വേണമെങ്കിലും വിക്കിപീഡിയയിൽ ഒരു താളെടുത്ത് തിരുത്താം, പുതിയൊരു താൾ നിർമ്മിക്കാം, അതിൽ ആർക്കും എന്തും എഴുതി ചേർക്കാം. പക്ഷേ പൊതുവേ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ചേർക്കുകയാണെങ്കിൽ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിരുത്തപ്പെടും. കാരണം അതിൽ വലിയൊരു വോളണ്ടിയർ നെറ്റ്വർക്ക് ഉണ്ട്. ഇത് വിക്കിപീഡിയയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു വീക്ഷണമുള്ള വലിയൊരു ശൃംഖല തന്നെ ഉണ്ട് വോളണ്ടിയേഴ്സിൻ്റെ. അപ്പം അതിൽ പല ലെവലുകളുണ്ട്. വോളണ്ടിയേഴ്സ് ഉണ്ട്, മോഡറേറ്റേഴ്സ് ഉണ്ട്, എഡിറ്റേഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അപ്പം ഒരു ക്രൗഡ് സോഴ്സ്ഡ് സംവിധാനത്തിൽ ക്വാളിറ്റി വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ആൾക്കാർ വേണം. 1, 2, 3 ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഓളത്തിനുള്ളൊരു ബുദ്ധിമുട്ട് അതാണ്. 10,000 എൻട്രികൾ വരുമ്പോൾ അതിലൊരു 100 എൻട്രിയെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുണ്ടാവും. ബാക്കിയുള്ളത് സ്പാം ആയിരിക്കാം, എന്തുമായിരിക്കാം. അപ്പം ആ വോള്യൂം നോക്കാൻ തന്നെ 1, 2, 3, 4 ആൾക്കാർക്ക് സാധിക്കില്ല. അതുകൂടാതെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന വാക്കുകൾ, അതിൻ്റെ അർത്ഥം, വ്യാഖ്യാനം, ചരിത്രം അത് കൃത്യമാണോ അല്ലയോ എന്നുള്ളത് വേറെ എവിടെയെങ്കിലും നോക്കി പരിശോധിക്കണം. ഒരു ഗവേഷണത്തിൻ്റെ ഒരു എലമെൻറ്റ് കൂടിയുണ്ട്. അപ്പം വലിയൊരു വോളണ്ടിയർ ശൃംഖല, ഭാഷാ പാണ്ഡിത്യമുള്ള ആൾക്കാർ, ഇതിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ക്രൗഡ് സോഴ്സിങ് സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പം അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമാണ്. അപ്പോൾ അതിൻ്റേതായ സ്ട്രക്ചറുകൾ, അതിൽ വിക്കിപീഡിയയിലും ഉണ്ട് രാഷ്ട്രീയം. 2 എഡിറ്റർമാർക്ക് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ആർട്ടിക്കിളിനെ ബാധിക്കാം. അപ്പോൾ ഇതൊരു പരിഹാരമില്ലാത്തൊരു പ്രശ്നമാണ്. ഇതൊരു സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രശ്നമാണ്. പക്ഷേ ആ ഒരു വിക്കിപീഡിയ മോഡലാണ് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ളൊരു മോഡൽ എന്ന് പറയാം. അല്ല, ഇപ്പോൾ അങ്ങനെയുള്ള വോളണ്ടിയേഴ്സ് ഉണ്ടോ നമുക്കിത് തിരുത്താനും കുറച്ചെങ്കിലും? ഓളത്തിനില്ല ഇപ്പോൾ. ഇല്ല. ഇപ്പോൾ ഞാൻ അതിലോട്ടൊരു വാക്കും അർത്ഥവും എൻട്രി ചെയ്താൽ അതങ്ങനെ തന്നെ അവിടെ കിടക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാനത് ഒരു 7-8 വർഷം ഇത് ഞങ്ങൾ തന്നെ ചെയ്തിരുന്നു, 1-2 ആൾക്കാരായിട്ട്. പിന്നെ അതിൻ്റെ വോള്യൂം താങ്ങാൻ പറ്റാതെ വന്ന സമയത്ത് ഈ സബ്മിഷനുകൾ നിർത്തി. ഈ ഒരു 4 മാസം മുൻപ് ഞാൻ പിന്നെയും സബ്മിഷനുകൾ തുറന്നു. പക്ഷേ ഒരാഴ്ചക്കിടയിൽ വന്നത് 3000-ഓളം സബ്മിഷനുകളാണ്. അതിലൊരു 1000 എണ്ണം ഞാൻ തന്നെ ഫിൽറ്റർ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഒരു 970 എണ്ണവും സ്പാം പോലെയായിരുന്നു. എന്തെങ്കിലും ആൾക്കാർ കോപ്പി പേസ്റ്റ് അയക്കുന്നു, അല്ലെങ്കിൽ ഒരു വാർത്തയിൽ നിന്നുള്ള ഒരു സ്നിപ്പറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നറിയില്ല. പക്ഷേ ആ വോള്യൂം താങ്ങാൻ പറ്റാതെ ഞാൻ പിന്നെയും ക്രൗഡ് സോഴ്സിങ് സബ്മിഷൻ 2 മാസം മുൻപ് നിർത്തി. അപ്പോൾ ഓളത്തിന് ഉള്ള വലിയൊരു പരിമിതി ഇതാണ്. ക്രൗഡ് സോഴ്സ്ഡായി വരുന്ന എൻട്രികൾ ഫിൽറ്റർ ചെയ്യാൻ അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല ഇപ്പോൾ. നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയ ഇത് പറഞ്ഞു, ഒരു കോർപ്പസ്. വാസ്തവത്തിൽ ആ കോർപ്പസിന്, കാരണം ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പം എന്താണ് നമ്മൾ സാധാരണ ഒരു മലയാളി ഒരു ഓൺലൈൻ നിഘണ്ടുവിൽ നോക്കുന്നത്? അത് പല തലമുറ അനുസരിച്ച് വ്യത്യാസമായിരിക്കാം. ഇപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നുന്ന വാക്കുകൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയ പദങ്ങളൊക്കെ ഒരു കൊച്ചുകുട്ടികൾക്കോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നിഷ്പ്രയാസം അറിയാൻ കഴിയുന്ന വാക്കുകളായിരിക്കും. ഇപ്പോൾ പഞ്ഞിക്കിട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അതേസമയം എനിക്ക് വളരെ ഫെമിലിയറായിരുന്ന വാക്കുകൾ, കാരണം ഞാനിപ്പോഴും ഓർക്കുന്നത് എൻ്റെ മകൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വാക്യത്തിൽ പ്രയോഗിക്കുക, മൺമറയുക, ഇതായിരുന്നു. അപ്പോൾ അവൻ എഴുതിയത്, ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു വൃദ്ധൻ മൺമറഞ്ഞ് കിടക്കുന്ന കണ്ടു എന്നെഴുതി. ഇത് വളരെ സാധ്യതയുള്ളൊരു ഇതാണ്. അതായത് ഒരു ജനറേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ചില വാക്കുകൾ നമുക്ക് അറിയാതാവും, മറ്റ് ചില വാക്കുകൾ അവർ കൂടുതൽ അറിയുന്നുമുണ്ട്, നമ്മളെക്കാളും വളരെയധികം കാര്യങ്ങൾ പുതുതായിട്ട് അവർ അറിയുന്നുമുണ്ട്. ഇത് ഈ ഓളത്തിൻ്റെ ഒരു കോർപ്പസ് എന്ന് പറയുന്നതിൻ്റെ ഫോക്കസ് എന്തായിരുന്നു? കണ്ടംപററി ലാംഗ്വേജ് ആണോ, ഹിസ്റ്റോറിക്കൽ ലാംഗ്വേജ് ആണോ, അതേപോലെ ടെക്നിക്കൽ ടേംസ്, അങ്ങനെയുള്ളതിൻ്റെ ഒരു കവറേജ് ഇതിൽ വാസ്തവത്തിലുണ്ടോ? ഓളത്തിലെ കോർപ്പസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൂടിച്ചേർന്ന് കിടക്കുന്ന ഒരു സമ്മിശ്രിതമായിട്ടുള്ള ഒരു കോർപ്പസാണ്. ഇതിൽ ടെക്നിക്കൽ പദങ്ങൾ ഉണ്ട്, പക്ഷെ ചെറിയൊരു ശതമാനം. ഈ ഏറ്റവും കൂടുതലുള്ളത് സമകാലികമായിട്ടുള്ള എനിക്ക് തോന്നുന്നൊരു 10-20,000 വാക്കുകൾ. ഇത് ഇംഗ്ലീഷ് മലയാളത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു സാമാന്യ വ്യക്തിക്ക് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ സംശയം വരാൻ സാധ്യതയുള്ള 10-20,000-ഓളം വാക്കുകളുള്ള വൊക്കാബുലറി, അതാണ് അതിൻ്റെ ഫോക്കസ്. ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉള്ള ഒരാൾ വൊക്കാബുലറിയിൽ 20-25,000-ഓളം ഇംഗ്ലീഷ് വാക്കുകളാണ് ഉണ്ടാവുക. ആ വാക്കുകളുടെ കവറേജ്
ഓളത്തിലുണ്ട്. അപ്പം പിന്നെ പൊതുവേ നിഘണ്ടു ആധികാരികമായിട്ടുള്ള നിഘണ്ടുവിൽ ഇല്ലാത്ത പദങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഷാഡൻ ഫ്രോയിഡ് എന്ന് പറഞ്ഞൊരു പദമുണ്ട്. ജർമ്മൻ പദമാണ്, പക്ഷെ ഇപ്പം ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ ദുരനുഭവത്തിൽ സന്തോഷം കാണുക, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനത്തെ പദങ്ങളും ആൾക്കാർ ഓളത്തിൽ ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ പൊതുവെ ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി നിഘണ്ടു എടുത്തു നോക്കിയാൽ കാണാത്തൊരു പദമാണ്. അപ്പോൾ ഓളം ക്രൗഡ് സോഴ്സ്ഡ് ആയതിനെ കൊണ്ട് തന്നെ ആ ഒരു പൊതുസഞ്ചയം എന്താണ്, പൊതുസഞ്ചയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ള ഡിമാൻഡുള്ള പദങ്ങൾ, അതിൻ്റെ ഒരു കോർപ്പസാണ്. ഇപ്പോൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിക്കൊക്കെ ഇപ്പോൾ ഇന്ന് ഉണ്ടാകുന്ന പദങ്ങൾ വരെ, ഇപ്പോൾ ഇന്ന് പത്രത്തിൽ വന്ന പദങ്ങൾ വരെ ചേർക്കാനുള്ളൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഓളത്തിൽ നോക്കിയാൽ ഇപ്പം തേച്ചൊട്ടിക്കുക അങ്ങനെ ഒരു പദം കാണാൻ പറ്റുമോ ഇപ്പം ഉപയോഗിക്കുന്ന? അങ്ങനെ ഇല്ല. അത്രയും പ്രാദേശികമായിട്ടുള്ള പദങ്ങൾ വളരെ കുറവാണ്. അത് ആ ക്യൂറേഷൻ്റെ സമയത്ത്, അപ്പോൾ അത് ഒരു ഭാഷാ പണ്ഡിതൻ അല്ലാത്ത ഞാൻ ഒക്കെ മോഡറേറ്റ് ചെയ്ത കാലത്തുള്ളത് കൊണ്ട് അങ്ങനെ വളരെ പ്രാദേശികമായിട്ടുള്ള കൊളോക്കിയലായിട്ടുള്ള പദങ്ങൾ കുറവാണ്. കുറച്ചെങ്കിലും ഒരു ആധികാരികത വേണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് അതിൻ്റെ ക്യൂറേഷൻ ഇത്രയും കാലം നടന്നിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രാദേശിക പദമല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, കലങ്ങിയവർ താഴെ കമൻ്റ് ഇടുക. ചെറുപ്പക്കാർക്ക് മനസ്സിലാവുമായിരിക്കും, എനിക്ക് മനസ്സിലാവില്ല. കലങ്ങിയവർ താഴെ കമൻ്റ് ഇടുക എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് ഈ വാക്കിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ താല്പര്യം കാണും. അപ്പം അങ്ങനെയുള്ള പദങ്ങൾ ഒരു പ്രാദേശിക പദമല്ല. എനിക്ക് തോന്നുന്നു സംസാര ഭാഷയിൽ വേണമെങ്കിൽ സ്ലാങ് എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സ്ലാങ് എന്ന് പറയാം. അങ്ങനെയുള്ള പദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ പ്രിൻ്റ് ഡിക്ഷണറിയേക്കാളും ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള പദങ്ങൾ ഇതിൽ വരാൻ കഴിയും എന്നുള്ളതാണ്. തീർച്ചയായും ഈ സ്ലാങ്ങുകൾ ഓളത്തിൽ കുറവാണ്, പക്ഷേ ഡിജിറ്റലായിട്ട് ഏറ്റവും എളുപ്പം സമാഹരിക്കാൻ കഴിയുന്നതും സ്ലാങ്ങുകളാണ്. ഓളത്തിൽ അത് കുറവാണെങ്കിൽ പോലും സാറ് പറഞ്ഞ പോലെ അതിന് പുതിയൊരു കാറ്റഗറി ഉണ്ടാക്കിയിട്ട് ഒരു സ്ലാങ് നിഘണ്ടു തന്നെ നിർമ്മിക്കാൻ കഴിയും. അതിന് വലിയൊരു ഉദാഹരണമാണ് ഏർബൻ ഡിക്ഷണറി എന്ന് പറയുന്ന ഇംഗ്ലീഷ് കോർപ്പസ്. ലോകമെമ്പാടുമുള്ള ആൾക്കാരെ ഇന്ന് ക്രൗഡ് സോഴ്സ് ചെയ്ത് വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ലാങ്ങുകളുടെ ശേഖരമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ വരുന്ന എൻട്രികൾ ഫിൽറ്റർ ചെയ്യാനും മോഡറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഈ നിഘണ്ടുവിൻ്റെ ഒരു ഉള്ളടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളതിലേക്ക് വരാം. സാധാരണ നമ്മൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ലെക്സിക്കോഗ്രാഫിക് എൻട്രി, നിഘണ്ടുവിലെ ഒരു ശീർഷകം, ലെക്സിക്കോഗ്രാഫിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പദം, അതായത് ഹെഡ് വേർഡ്, ചിലപ്പോൾ അതിൻ്റെ ഉച്ചാരണം കാണാം, എറ്റിമോളജി കാണാം, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അർത്ഥം ഉണ്ടായത്, മറ്റൊരു ഭാഷയിൽ നിന്ന് കടം കൊണ്ടതാണോ, ഇങ്ങനെയുള്ള. പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്, ഇത് ഒരു പദത്തിൻ്റെ സെൻസസ് എന്ന് പറയും, അതായത് അർത്ഥഭേദങ്ങൾ. നമ്മൾ അർത്ഥം എന്ന് പറയാറില്ല, ലെക്സിക്കോഗ്രാഫിയിൽ സെൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പദത്തിന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ എന്നുള്ളൊരു അർത്ഥം കൊടുക്കുന്ന ഒരു സെൻസ് വരാം. ക്രമീകരണം, അത് ചെയ്യാനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് സെൻസ്, ഒരു നാമമാണെങ്കിൽ അതിന്, ക്രിയയാണെങ്കിൽ അതിന്, അങ്ങനെ അതിനുള്ള സെൻസുകൾ ഇത് വരും. അത് കഴിഞ്ഞ് വരുന്നത് പലപ്പോഴും മലയാളം ഡിക്ഷണറികളിൽ ഇത്രയും ഭാഗം കഴിഞ്ഞ് വരുന്നത് മലയാളം ഡിക്ഷണറികളിൽ പൊതുവെ ദുർബലമാണ്. പിന്നീട് വരുന്നത് ഇതിൻ്റെ നിർവചനമാണ്. ഇപ്പം പനി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇവിടെ സാധാരണ ചെയ്യുന്നത് നിർവചനത്തിന് പകരം പര്യായം എഴുതുക എന്നുള്ളതാണ്. പനി എന്നുള്ളതിന് ജ്വരം എന്ന് എഴുതും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ ലെക്സിക്കോഗ്രാഫിയിൽ എപ്പോഴും ഒരു നിർവചനം ആണ്. ഇപ്പോൾ ഒരു രോഗാവസ്ഥ കാരണം ശരീരത്തിൻ്റെ താപനില ഉയരുന്ന അവസ്ഥ, ഇതാണ് നിർവചനം. പിന്നീട് വരുന്നത് യൂസേജ് ലേബൽ എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഡിക്ഷണറികളിൽ. കാരണം ഒരു പദം ഇപ്പം മലയാളം പഠിക്കുന്ന ഒരാൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാ കോണ്ടെക്സ്റ്റിലും എനിക്ക് ഉപയോഗിക്കാമോ? ഒരു അശ്ലീല പദമാകാം, അല്ലെങ്കിൽ ഒരു മാന്യമായ ഒരു സഭയിൽ പറയാൻ പറ്റാത്ത പദമാകാം, ചിലപ്പോൾ ബഹുമാനമില്ലാത്ത പദങ്ങളാകാം ചിലത്. അങ്ങനെയുള്ള ഒരുപാട് പദങ്ങളുണ്ട്. അപ്പം ഇത് യൂസേജ് ലേബൽസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഇതാണ്. പിന്നെ വരുന്നത് ഉദാഹരണം. ഈ സെൻസ് പല വാക്യങ്ങളിൽ പ്രയോഗിച്ച് കാണിക്കുക, നമ്മൾ സൈറ്റേഷൻസ് എടുക്കുക എന്ന് പറയും. ഇതാണ് ഒരു ഇത്. അപ്പോൾ ഈ ഓളത്തിന് കൊടുത്തിരിക്കുന്ന ഇതിൽ, ഓളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഇതിൽ എന്താണ് ഇതിൻ്റെ ഒരു ഘടന, ലെക്സിക്കോഗ്രാഫിക് സ്ട്രക്ചർ?
ഓളത്തിൽ സാറ് പറഞ്ഞ പോലെ സെൻസുകളെല്ലാം ഇപ്പം കൂടിക്കലർന്നാണ് ഇരിക്കുന്നത്. ചില വാക്കുകൾക്ക് അതിൻ്റെ പര്യായമുണ്ടാവും, ചില വാക്കുകൾക്ക് അതിൻ്റെ ദീർഘമായിട്ടുള്ള വ്യാഖ്യാനമുണ്ട്, ചില വാക്കുകളിൽ ഒരു ലിസ്റ്റ് രൂപത്തിൽ സെൻസുകളുണ്ട്. പക്ഷെ അതൊരു പ്രത്യേക പൊതുവേ സെൻസെറ്റുകൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന സെൻസാണ് ആദ്യം വരിക. ആ തരത്തിലുള്ള ഒരു ലെക്സിക്കോഗ്രാഫിക്കൽ ഓർഡർ അല്ലെങ്കിൽ യൂസേജിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഓർഡർ ഓളത്തിലില്ല. അതും ക്രൗഡ് സോഴ്സ് ചെയ്തെടുത്തതിൻ്റെയും പിന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ ഭാഷാ പാണ്ഡിത്യം ഇല്ലാതെ ഇത് ഫിൽറ്റർ ചെയ്തെടുത്തതിൻ്റെ ഒരു പരിമിതിയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച EK കുറുപ്പ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്ന ഡിക്ഷണറി, അതിൻ്റെ അടിസ്ഥാനം തന്നെ സെൻസെറ്റുകളാണ്. അതിനെക്കൊണ്ടാണ് അതിൽ 17 ലക്ഷത്തോളം എൻട്രികൾ ഉള്ളതും. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ഞങ്ങൾ എടുത്ത് കണ്ടിരുന്നു. അതിൽ ഒരു ഇംഗ്ലീഷ് വാക്ക്, അതിൻ്റെ പല സെൻസുകൾ, പിന്നെ അതിൻ്റെ മറുവശത്തായിട്ട് 50ഉം 100ഉം മലയാളം പര്യായങ്ങളും സെൻസുകളും അതിന് കൃത്യമായിട്ട് ഓർഡറിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. അതിൽ നാമം ഇത് ക്രിയ പിന്നെ ഉപയോഗത്തിനനുസരിച്ചുള്ള സോൺ. അപ്പം അത് ഓളത്തിൽ വരുന്ന സമയത്ത് സാറ് പറഞ്ഞ ആ രൂപത്തിൽ വ്യാഖ്യാനങ്ങളും ദീർഘമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും സെൻസുകളും ഒരു ലെക്സിക്കോഗ്രാഫിക്കൽ ക്വാളിറ്റിയുള്ള ഒരു രൂപത്തിലേക്ക് വരും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഒരു സമകാലികമായ ഒരു ലെക്സിക്കോഗ്രാഫിയിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടെ ഞാൻ സൂചിച്ചുകൊള്ളട്ടെ. ഇപ്പോഴത്തെ വളരെ ഇലക്ട്രോണിക് ലെക്സിക്കോഗ്രാഫിയിൽ നമ്മൾ പറയുന്ന ഒരു ഇതാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രിൻ്റ് ഡിക്ഷണറി റെഫറൻസ് ടൂളായിട്ട് ഉപയോഗിക്കുന്നു. ഓൺലൈൻ ഡിക്ഷണറി പൂർണ്ണമായും അങ്ങനെ അല്ല. ഉദാഹരണമായിട്ട് ഒരു ഭാഷാ പഠനത്തിനുള്ളൊരു വസ്തുവായിട്ട് ഇതിനെ ഉപയോഗിക്കാം, ഒരു ഉപകരണമായിട്ട് അങ്ങനെ മാറ്റാം, ചെറിയ മാറ്റങ്ങൾ മതി. അതല്ലെങ്കിൽ ഗവേഷണത്തിനുള്ള ഒരു ഉപാധിയായിട്ട്, ഉദാഹരണമായിട്ട് 1800 മുമ്പുള്ള മലയാളം വാക്കുകൾ മാത്രം എനിക്കിതിൽ നിന്ന് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ അത് കഴിയണം. ഒരു വാക്കിൻ്റെ വ്യത്യസ്ത വ്യാകരണ രൂപങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നിരിക്കണം. ഇത് ഓട് എന്നുള്ള വാക്കിൽ നിന്ന് ഇങ്ങനെയുള്ള എല്ലാം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യങ്ങൾ. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഇത് മാറ്റിയെടുക്കാവുന്ന തരത്തിലുള്ള ഒരു ഹൈബ്രിഡൈസേഷൻ അത് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു തലത്തിലേക്ക് ഈ നിഘണ്ടുവിനെ കൊണ്ടുപോകാൻ ഉള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഓളം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഓപ്പൺ ഡേറ്റ ഡിക്ഷണറിയാണ്. അപ്പോൾ ഓളം ആർക്കും അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടോ വെബ്സൈറ്റിൽ ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ മൊത്തം ഡേറ്റ സെറ്റ്, അതിൻ്റെ റോ രൂപത്തിലുള്ള കോർപ്പസ് ആർക്കും ഡൗൺലോഡ് ചെയ്യാം. അത് ഒരുപാട് യൂണിവേഴ്സിറ്റികളിലെ ഗവേഷകർ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടറിഞ്ഞിടത്തോളം ഗൂഗിൾ മലയാളം ട്രാൻസ്ലേഷൻ രൂപീകരിക്കുന്ന കാലത്ത് 2013-14 കാലത്തിൽ അതിലും അവർ ഓളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ആവശ്യം ഉള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പാണ്ഡിത്യം, ഈ ഒരു ടെക്നിക്കൽ നോളജ്, ലെക്സിക്കോഗ്രാഫിക്കൽ അറിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഓളത്തിൻ്റെ മൊത്തം ഡേറ്റ സ്വതന്ത്ര ലൈസൻസിൽ എടുത്തിട്ട് നിർമ്മിക്കാവുന്നതേ ഉള്ളൂ ഈ രീതിയിൽ. അപ്പം അത് എനിക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല, പക്ഷേ അതുകൊണ്ടാണ് ഓളം ഓപ്പൺ ഡേറ്റയായി കിടക്കുന്നത്. രവിശങ്കർ സാറിനോട് ചോദ്യം. സാർ, ഈ ഡയലക്റ്റിക്കൽ വേരിയേഷൻസ് ഇപ്പോൾ കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെ പാറശാല വരെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഈ ഓളം കവർ ചെയ്യുന്ന ഇഡിയോലെക്റ്റിനെ പറ്റിയാണ്, വ്യക്തിഭാഷ. അതിൽ ഇഡിയോസിൻക്രസീസ് വരും. അപ്പോൾ എൻ്റെ ചോദ്യം, ഡയലക്റ്റ് എന്ന് പറയുന്നത് ഇഡിയോലെക്റ്റിൻ്റെ സം ടോട്ടലാണോ? ഓരോ വ്യക്തിയുടെയും വ്യക്തിഭാഷ ഒരു വ്യക്തിപരമായ സിൻടാക്സ് വരെ ഉണ്ട്. അപ്പോൾ ആ ഒരു സിൻടാക്സ് വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിഭാഷ ഇഡിയോസിൻക്രസി ആവില്ലേ? അപ്പോൾ അത് എങ്ങനെ ഓളത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും? അല്ല, ഈ വ്യക്തിഭാഷ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ നിഘണ്ടുക്കളിലോ വ്യാകരണങ്ങളിലോ ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കാരണം എനിക്ക് എൻ്റേതായ ചില ട്വിസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ചിലപ്പോൾ അത് വ്യാപകമാവും. ഇപ്പോൾ ചെറുപ്പക്കാർ പറയുന്നവരാണ് അത് എൻ്റെ പോക്കറ്റ് കീറി എന്ന് പറയും. പോക്കറ്റ് കീറി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഞെരുക്കമുണ്ടാക്കി എന്നാണ് അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു ഇതാരെങ്കിലും ഒരാൾ പറഞ്ഞ ഒരാളുടെ വ്യക്തിഭാഷയുടെ ഭാഗമായിരിക്കും. അപ്പോൾ അയാളുടെ സുഹൃത്തുക്കളും മറ്റുള്ളവരും പറഞ്ഞത് വ്യാപകമാകുന്നു. ഇത് ഡയലക്റ്റ് ആകുന്നത് ഒരുപാട് പേര് ഈ പ്രയോഗം ഒരു പ്രത്യേക മേഖലയിലുള്ള ആളുകൾ, അങ്ങനെ അതിനൊരു ജോഗ്രഫിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ട്. കാരണം അത് കേട്ടാൽ നമുക്കറിയാം ഇന്ന സ്ഥലത്തുള്ള ആളാണ് എന്ന്. ഇതാണ് ഈ ഡയലക്റ്റ് പോലും
ഇപ്പം മലയാളം നിഘണ്ടു എനിക്ക് തോന്നുന്നു ശബ്ദധാരാവലിയിൽ ഒരു 80,000 വാക്കുകളോ മറ്റോ ഉണ്ട്. വാസ്തവത്തിൽ അതിൽ മലയാളം എന്ന് പറയാവുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. സംസ്കൃതമാണ് കൂടുതലും. ആരും ഉപയോഗിച്ചിട്ടില്ല, ആരും ഉപയോഗിക്കുകയില്ല. പക്ഷേ ഇതിൻ്റെ എത്രയോ ഇരട്ടി തിരുവനന്തപുരത്തെ ഭാഷയിലുണ്ട്. ഇപ്പോൾ പിന്നെ വട്ടപ്പറമ്പിൽ പീതാംബരൻ എന്ന് പറയുന്ന ഒരാൾ തിരുവനന്തപുരത്തെ സ്ലാങ് ഒരെണ്ണം കൈകൊണ്ട് എഴുതിയ ഒരു ഡിക്ഷണറി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാസർഗോഡ്, അങ്ങനെ പലതിൻ്റെ ഉണ്ട്. ഇപ്പോൾ ഈ വ്യക്തിഭാഷയിൽ ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ലാത്തതിൻ്റെ കാരണം ഇപ്പോൾ എൻ്റെ ഭാഷയിലുള്ളൊരു വാക്ക് വേറെ ആരും പരിശോധിക്കുകയില്ല. പരിശോധിക്കാനാകെ സാധ്യതയുള്ളത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതുമ്പോൾ പിന്നെ കള്ള ബെടുക്കൂസെ എന്ന് എഴുതിയാൽ ഈ ബെടുക്കൂസ് എന്നുള്ള വാക്ക് ഡിക്ഷണറിയിൽ എടുത്ത് നോക്കിയെന്ന് വരും. അങ്ങനെ അല്ലാത്തുള്ള വാക്കുകൾക്ക് ഡിക്ഷണറിയിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് പൊതുവായ നമ്മുടെ കൈലാഷ്നാഥിനോട് ചോദ്യം. സ്കോളേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, വാനിഷിങ് ക്ലയർ ഓഫ് സ്കോളേഴ്സ്, അങ്ങനെയുള്ളൊരു കാലത്ത് ക്രൗഡ് സോഴ്സിങ് എത്രത്തോളം റിലയബിളാണ്? കാരണം ഇപ്പോൾ നമ്മുടെ രവിശങ്കർ സാറിൻ്റെ പോലുള്ള ആളുകളൊക്കെ കേരളത്തിൽ വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ താങ്കൾ എങ്ങനെ ക്രൗഡ് സോഴ്സ് ചെയ്യും? എത്ര ആധികാരിക, കാരണം സ്കോളേഴ്സിൻ്റെ നമ്പർ വളരെ കുറവാണ്. അപ്പോൾ താങ്കൾക്ക് എങ്ങനെ അത് റിലയബിൾ ആവും? അത് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് അത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന സമയത്താണ് ക്രൗഡ് സോഴ്സിങ് നിർത്തിവെച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇപ്പം 1000-10,000 കണക്കിന് എൻട്രികൾ വരുന്നു. അത് കൃത്യമാണോ, അതിൽ തെറ്റുകളുണ്ടോ, അതിൻ്റെ അർത്ഥം ശരിയാണോ എന്നുള്ളത് വിലയിരുത്താൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്തും ആ വോള്യൂം താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന സമയത്താണ് ഈ ക്രൗഡ് സോഴ്സിങ് നിർത്തിയിരിക്കുന്നത്. അപ്പം അതിന് ഒരു ലളിതമായ പരിഹാരമില്ല, എനിക്കൊരു ഉത്തരവുമില്ല. ക്രൗഡ് സോഴ്സിങ് വഴിയാണ് ഡിജിറ്റൽ ഡിക്ഷണറികൾ പെട്ടെന്ന് വളരുക എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ബാലൻസ് നിലനിർത്തുക എന്നുള്ളതിന് എനിക്കൊരു ഉത്തരമില്ല. അത് വരും കാലങ്ങൾ കണ്ടറിയേണ്ടി വരും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ, ഓളത്തിന് ഇനി ടെക്സ്റ്റ് ടു സ്പീച്ച് വല്ലതും ആഡ് ചെയ്ത് പ്രൊനൗൺസിയേഷൻ ഒക്കെ ചെയ്യാൻ വല്ല പ്ലാൻ ഉണ്ടോ? പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഒരു പാതാളക്കരണ്ടി പോലെയുള്ള ഉണ്ടെങ്കിൽ ഇമേജ് കാണിക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? ഈ അടുത്ത് ഉണ്ടായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള AI ടെക്നോളജികൾ, ചില ഈ GPT പോലുള്ള ടെക്നോളജികൾ വന്നതിന് ശേഷം കഴിഞ്ഞൊരു 12 മാസത്തിന് ശേഷം മലയാളം യൂണിക്കോഡ് ടെക്സ്റ്റിനെ മലയാളം ഉച്ചാരണമാക്കി കൺവേർട്ട് ചെയ്യുന്ന ചില AI മോഡലുകൾ വന്നിട്ടുണ്ട്. ഞാനത് പരീക്ഷിക്കുകയായിരുന്നു ഈ അടുത്ത കാലത്ത്. അത് ഉച്ചാരണം കേട്ട് കഴിഞ്ഞാൽ അതൊരു യന്ത്രം നിർമ്മിച്ചതാണ്, AI ജനറേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഉച്ചാരണം, ശബ്ദം. അപ്പം അങ്ങനത്തെ ഒരു സംവിധാനം വെച്ച് വളരെ എളുപ്പത്തിൽ ഓളം പോലുള്ള നിഘണ്ടുവിലുള്ള എല്ലാ വാക്കുകൾക്കും ഉച്ചാരണം ജനറേറ്റ് ചെയ്ത് വെബ്സൈറ്റിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് സമയപരിമിതി മൂലം ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ തീർച്ചയായും ചെയ്യാനിരിക്കുന്ന ഒരു കാര്യമാണ്. നിഘണ്ടുവിൻ്റെ ചരിത്രം നോക്കുന്ന സമയത്ത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ പ്രാധാന്യം നമുക്കറിയാം. അപ്പോൾ 2015 ഓക്സ്ഫോർഡ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത ഒരു വാക്ക് വേർഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് ഒരു ലോൽ എന്ന് പറയുന്ന ഒരു ഇമോജിയാണ്, ചിരിക്കുന്ന ഒരു ഇമോജിയാണ്. അത്തരത്തിലുള്ള ഇമോജികൾ ഇന്ന് മലയാളികൾ നമ്മുടെ നിത്യവ്യവഹാരത്തിൽ സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഇനി ഏത് രീതിയിലായിരിക്കും ഓളത്തിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഓളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വാക്കുകളാണ്, ഇംഗ്ലീഷ് മലയാളം വാക്കുകൾ, അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ ഓരോ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിലും ഓരോ ഈ പറഞ്ഞ ഇമോജികളെ അർത്ഥം വേറെയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ സൈറ്റ് ഗൈസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒരു 10 ആൾക്ക് ഒരു ഇമോജി ഐക്കൺ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെ ആയിരിക്കാം, 100 ആൾക്ക് വേറെ ആയിരിക്കാം, ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന സമയത്താണ് അത് ഭാഷയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ അതുകൊണ്ട് തന്നെ വാക്കുകളല്ലാത്ത പദങ്ങളെ, പിക്ടോറിയൽ പദങ്ങളെ പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ ആ ഇമോജി ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു അർത്ഥം കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്നവരുടെ, ഇപ്പം ഞാൻ എന്നുള്ള വ്യക്തി എൻ്റെ അനുഭവ പരിസരത്ത് നിന്നാണ് ആ ഒരു ഇമോജി മനസ്സിലാക്കുന്നത്. പക്ഷെ ഒറിജിനലായിട്ട് ആ ഇമോജിക്ക് ഒരു അർത്ഥം നൽകി ഉണ്ടാവും. നമ്മളതിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു ഇമോജി അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അത് ലോൽ എന്നുള്ള വാക്കിനെ അവർ വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു സാധ്യത മലയാളത്തിൽ ഉണ്ടോ? സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ റുപ്പി എന്നുള്ളതിനൊരു സിമ്പൽ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഡിക്ഷണറിയിൽ വരാറുണ്ട്. അതുപോലെ ആൻഡ് എന്ന് എഴുതുന്നതിന് ഉപയോഗിക്കുന്ന സിമ്പൽ ആംപസാൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. ആൻഡ് പെർസെ സ്റ്റാൻഡ് ഫോർ എന്നാണ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ആംപസാൻഡ്. അപ്പോൾ അങ്ങനെയുള്ളത് ഹെഡ് വേർഡായിട്ട് വരേണ്ടി വരും. അത് ഡീൽ ചെയ്യേണ്ട ഒരു ഇതാണത്. രവിശങ്കർ സാർ പറഞ്ഞ ലെക്സിക്കൽ സ്ട്രക്ചർ സാമാന്യം നല്ല രീതിയിൽ പാലിച്ചു വരുന്ന ഒരു ഡിക്ഷണറിയാണ് വിക്കി നിഘണ്ടു. ഈ പറയുന്ന
പദങ്ങളുടെ പദോൽപ്പത്തിയും പര്യായവും വിപരീതവും ആശയത്തിൽ പ്രയോഗവും ഈ സംസ്കൃത വാക്കുകൾക്കാണെങ്കിൽ ഏതൊക്കെ സിനിമാ പാട്ടുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് സാമാന്യം നല്ല രീതി. ഇത് ഓളത്തിന് അനുകരിച്ചുകൂടെ എന്നാണ് സാറ് ചോദിച്ചത്. നേരെ അങ്ങ് എടുത്തൂടെ? കോർപ്പറേറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതൊരു നിങ്ങൾക്കൊരു വലിയ സോഴ്സ് അല്ലേ? എന്തുകൊണ്ടാണ് അത് അവിടെ ക്രൗഡ് സോഴ്സിങ്? പരിതാപകരമാണ് ക്രൗഡ് പാർട്ടിസിപ്പേഷൻ. വിക്കി നിഘണ്ടുവിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ ശോചനീയമായ അവസ്ഥയാണുള്ളത്. അപ്പം ഓളത്തിന് എങ്ങനെ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തുകൊണ്ട് ഈ ഡാറ്റാബേസ് ഓളത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? മലയാളം വിക്കി നിഘണ്ടുവിൽ ഓളത്തിലുള്ള ദത്തു കോർപ്പസ് അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. മലയാളം ദത്തു കോർപ്പസിലെ ആ 2.5 ലക്ഷത്തോളം എൻട്രികൾ വിക്കിപീഡിയയിൽ വിക്കി നിഘണ്ടുവിൽ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. അതിങ്ങോട്ട് തിരിച്ചെടുത്തിട്ടില്ല. പിന്നെ പക്ഷെ അവിടെ ലെക്സിക്കൽ സ്ട്രക്ചർ കാണില്ലായിരിക്കും അല്ലേ? പിന്നെ അത് മാത്രമല്ല, ഓളം എന്ന് പറയുന്നത് ഇപ്പം ഓളത്തിൻ്റെ പേര്, ആ പേരിൻ്റെ ഉൽപ്പത്തി തന്നെ ഒരു ആർക്കും ഉപയോഗിക്കാൻ പറ്റിയ അത്രയും ലളിതമായിട്ടുള്ളൊരു സംഭവമായിരിക്കണം എന്നുള്ള ഇതിലായിരുന്നു. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലാണല്ലോ ടൈപ്പ് ചെയ്യുക ബ്രൗസറിൽ. അപ്പം ആർക്കും സ്പെല്ലിങ്ങിലൊരു കൺഫ്യൂഷൻ വരരുത്, വളരെ എളുപ്പത്തിൽ ഓർക്കാനും പറയാനും പറ്റുന്നൊരു പേരായിരിക്കണം എന്നുള്ള കാരണം കൊണ്ടാണ് ഓളം എന്നുള്ള ആ പേര് തന്നെ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ 14 വർഷങ്ങളിലായിട്ട് ഓളത്തിൻ്റെ പിറകിലുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ യൂസർ ഇൻ്റർഫേസ് മാറ്റിയിട്ടേ ഇല്ല. അന്ന് ഉപയോഗിച്ച് പരിചിതരായ ആൾക്കാർക്ക് ഇന്ന് പുതിയൊരു ഇൻ്റർഫേസോ പുതിയൊരു രൂപമോ വന്നിട്ട് അതൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അന്ന് തുടങ്ങിയ അതേ ലാളിത്യം, പദം, അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അതേ രീതിയിൽ തന്നെയാണ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു എൻസൈക്ലോപീഡിയക് രൂപത്തിൽ ആക്കണ്ട എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ എനിക്കറിയില്ല, നാളെ അങ്ങനെ ആവാം. പക്ഷെ അതാണ് കാരണം. വ്യാഖ്യാനങ്ങൾക്കപ്പുറം മെറ്റഡേറ്റ അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയക് ഡെഫിനേഷനുകളൊന്നും ചേർക്കാത്തത് അതുകൊണ്ടാണ്. ഇപ്പം മലയാളം ഇംഗ്ലീഷും ഇംഗ്ലീഷ് മലയാളവും ഉണ്ട്. ഇതിൽ ഇംഗ്ലീഷ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വരുന്നത്, പല ഇംഗ്ലീഷ് വാക്കുകൾക്കും നമ്മൾ തത്തുല്യമായ മലയാള പദങ്ങൾ കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ സാധാരണ ഇപ്പം പല ഡിക്ഷണറികളും ചെയ്യുന്നത് ഈ ഇംഗ്ലീഷ് വാക്കിൻ്റെ ഒരു നിർവചനം എഴുതി വയ്ക്കുക. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു തത്തുല്യമായ പദം കിട്ടുകയില്ല. മലയാളത്തിലെ വളരെ പ്രശസ്തമായ പ്രിൻ്റ് ഡിക്ഷണറികളിലൊക്കെ പിന്തുടർന്നിട്ടുള്ളൊരിതാണ്. ഈ ബൈലിംഗൽ ഡിക്ഷണറിയുടെ ബേസിക് പ്രിൻസിപ്പിൾ, നമ്മൾ ഒരു വാക്ക്, ഇംഗ്ലീഷിലൊരു വാക്കുണ്ടെങ്കിൽ ഡിക്ഷണറിയിൽ നിന്ന് കിട്ടേണ്ടത് അത് ഉപയോഗിക്കുന്ന ആൾക്ക് അതേ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തത്തുല്യമായ ഒരു പദമാണ് കിട്ടേണ്ടത്. ഈ ആദ്യത്തെ പദം, ശീർഷക പദം എന്താണ് എന്ന് നിർവചിക്കുന്ന ഒരു നിർവചനം കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നമാണ്. വളരെ സാധാരണമായ പല ഇംഗ്ലീഷ് പദങ്ങൾക്കും തത്തുല്യമായ മലയാളം പദങ്ങൾ ലഭ്യമല്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? എനിക്ക് ഉത്തരമില്ല. ഇത് ഇങ്ങനെ പല വന്നിട്ടുള്ള സബ്മിഷനുകൾ, അത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട്, ഭാഷാ പാണ്ഡിത്യം ഇല്ലാത്തതിനെ കൊണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറഞ്ഞ സംഭവം നിന്നുപോയത്. അപ്പം ഇങ്ങനെയുള്ള വാക്കുകൾ വന്നിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വാക്ക് വരുന്നു, അതിന് മലയാളം വ്യാഖ്യാനമുണ്ട്, പക്ഷേ തത്തുല്യമല്ലാത്തൊരു പദം, പക്ഷേ വളഞ്ഞു മൂക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതേ അർത്ഥം വരുന്നൊരു പദം. പക്ഷെ അത് ചേർക്കണോ, ഓളത്തിൽ ചേർക്കണോ വേണ്ടയോ, അത് ശരിയാണോ അല്ലയോ എന്നുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത വലിയൊരു ബുദ്ധിമുട്ടുകൾ കൂടെയാണ് ക്രൗഡ് സോഴ്സിങ് കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിർത്തിയതും. അപ്പോൾ ഇതിന് എൻ്റെ കയ്യിലൊരു പരിഹാരമില്ല. എങ്ങനെയാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പം അതിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എങ്ങനെ, ഇത് ശരിയാണോ അല്ലയോ, അവിടെയാണ് ക്രൗഡ് സോഴ്സിങ്ങിലും ഭാഷാ പാണ്ഡിത്യം കൊണ്ടുവരേണ്ട ഒരു ആവശ്യം. അതാണ് ഭാഷാ പണ്ഡിതരൊരു നെറ്റ്വർക്ക് വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് ഇത് തോന്നുന്നൊരു കാര്യം, നമ്മൾ ഈ ക്രൗഡ് സോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ഒറിജിനൽ മോഡൽ ഞാൻ പറഞ്ഞതുപോലെ ക്രൗഡ് സോഴ്സ്ഡ് ആണ്. പക്ഷേ എന്താണ് ക്രൗഡിൽ നിന്ന് വരുന്നത് എന്നുള്ളതിൻ്റെ പുറത്തൊരു വലിയ നിയന്ത്രണമുണ്ട്. കാരണം അത് ഈ ജെയിംസ് മറേ എന്ന് പറയുന്ന വലിയ ലെക്സിക്കോഗ്രാഫർ, ലോകത്ത് ഇന്നുള്ള ആധുനിക നിഘണ്ടുക്കളൊക്കെ ഈ OEDയുടെ മാതൃക പിന്തുടർന്നിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തത്
അദ്ദേഹം ഈ വോളണ്ടിയേഴ്സിന് കുറച്ച് സ്ലിപ്പ് കൊടുക്കുകയും ആ സ്ലിപ്പിലേക്കാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അതുപോലെ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ലെക്സിക്കോഗ്രാഫിക് സ്ട്രക്ചർ മുഴുവനാക്കാൻ നമ്മൾ മലയാളത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു വളരെ സാധാരണ നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരു ലെക്സിക്കോഗ്രാഫിക് ലേബൽ പൊതുവെ ഡിക്ഷണറികൾ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ അവനെ കാസർഗോഡേക്ക് തട്ടി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്തു എന്നല്ല, തട്ടി, സ്ഥലം മാറ്റി എന്നല്ല പറയുന്നത്. അപ്പം ഇതിന് അഫക്റ്റീവ് മീനിങ് എന്നാണ് പറയുന്നത്, വൈകാരിക അർത്ഥം. കാരണം ഇതിൽ ഈ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതിൻ്റെ മുകളിലായിട്ട് മറ്റൊരർത്ഥം കൂടെയുണ്ട്. സംസാരിക്കുന്ന ആൾക്ക് ഈ പ്രവൃത്തിയോടോ അല്ലെങ്കിൽ ഇതിന് വിധേയനായ വ്യക്തിയോടോ കൂടെയുള്ളൊരു വികാരവും കൂടെ കാണിക്കുകയാണ്. അവനെ കാസർഗോഡേക്ക് തട്ടിയെന്ന് ഞാൻ പറയുന്നത് എനിക്കതിൽ വലിയ സന്തോഷമുള്ളപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയും അവനെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റി എന്നാണ് പറയുക. അല്ലെങ്കിൽ ഞാനൊരിക്കൽ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ ദിലീപിനെ പൊക്കി എന്നാണ് പറയുന്നത്. ദിലീപിനെ പോലീസ് പൊക്കി. അതിലൊരു സന്തോഷം, സങ്കടമാകാം. അപ്പം ഇതാണ് വൈകാരിക അർത്ഥം. നമ്മൾ മലയാളത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ലേബൽ ഉണ്ടെങ്കിലേ നമുക്ക് ഈ പദം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എവിടെ മലയാളം പഠിക്കുന്ന ഒരാൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം യൂസേജ് ലേബൽസ് ആവശ്യമുണ്ട്. ഇത്തരം ലേബൽസ് ഇതിൽ ചേർക്കുക, അല്ലെങ്കിൽ ഈ ലെക്സിക്കോഗ്രാഫിക് സ്ട്രക്ചർ, ഇത് എനിക്ക് തോന്നുന്ന ഒരു വളരെ ഓപ്പൺ ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമുക്ക് വിടാൻ പറ്റുന്നൊരു കാര്യമല്ല. ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ലെക്സിക്കോഗ്രാഫിക് സ്ട്രക്ചറിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ വരത്തക്ക വിധത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ കാര്യത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത വോളണ്ടിയേഴ്സാണ് ഒരുപാട് പേര്. മറ്റുള്ളവരുടേത് വരുന്നത് എടുക്കുന്നുണ്ടെങ്കിലും ചിലരോട് വളരെ പ്രത്യേകതയോടുകൂടി അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ കൊണ്ട് കോൺട്രിബ്യൂഷൻസ് വാങ്ങിച്ചൊരു രീതിയുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ഓളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടം വരും. കാരണം ഇപ്പോൾ വലിയൊരു കോർപ്പസ് വന്നു, വോളണ്ടിയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരുപാട് വന്നു കഴിഞ്ഞു. ഒരു നിഘണ്ടു അവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഓടിച്ചെന്ന് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു പദം നമുക്ക് കിട്ടുകയാണ്. തെറ്റാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ആലോചിക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്ന സൂചന അവിടെയുണ്ട്. ആ ഒരു തലം എത്തിക്കഴിഞ്ഞു. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരം ഒരു വോളണ്ടിയറിങ് സിസ്റ്റമൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇത്രയും വർഷങ്ങളായിട്ട് ഒരു വ്യക്തിയുടെ ഹോബി പ്രോജക്റ്റ് എന്നുള്ള നിലയിലാണ് ഞാൻ നടത്തിക്കൊണ്ടത്. ഇത് പക്ഷേ കഴിഞ്ഞൊരു 5 വർഷത്തോളമായിട്ട് ഇത്രത്തോളം ഓളത്തിൻ്റെ ഉപയോഗം വർദ്ധിച്ച സ്ഥിതിക്ക് ഇതൊരു വ്യക്തിയിൽ കവിഞ്ഞ് ഒരു സമൂഹത്തിൻ്റെ പ്രൊജക്റ്റായി എന്നുള്ള ഒരു ബോധമുണ്ടായ സമയത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഇൻഡിക് ഡിജിറ്റൽ ആർക്കൈവ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു നോൺ പ്രോഫിറ്റ്, ഗ്രന്ഥപുരയെല്ലാം ഇൻഡിക് ഡിജിറ്റലിൻ്റെ കീഴിലാണ്. ഇപ്പം ഓളത്തിനെ അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പം ഞാനെന്നൊരു വ്യക്തി എന്നല്ല, ഒരു നോൺ പ്രോഫിറ്റ് സ്ഥാപനം നടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റായി മാറുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത പടിയായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു വോളണ്ടിയറിങ് സംവിധാനമായിരിക്കാം. എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഓളം പോലൊരു നിഘണ്ടു ഇപ്പോൾ കുട്ടികളെ ഡിക്ഷണറി നോക്കുന്നതിൽ നിന്ന് പ്രിൻ്റ് ഡിക്ഷണറിയിൽ നിന്നൊക്കെ വളരെ അകന്നു പോയിരിക്കുകയാണ്. ഇപ്പോൾ ശബ്ദാരാവലിയോ അങ്ങനെയുള്ള എടുത്ത് നോക്കാറില്ല. പലപ്പോഴും ഇത് ശബ്ദരൂപത്തിലോ അല്ലെങ്കിൽ വിഷ്വലായിട്ടോ ഒക്കെ അവർക്ക് കിട്ടേണ്ട കാര്യമുണ്ട്. ഇതല്ലെങ്കിൽ പലപ്പോഴും പദങ്ങളുടെ ഒരു ഏകദേശ അർത്ഥം വെച്ച് ആളുകൾ എഴുതുകയും സംസാരിക്കുകയും ചെയ്യും. അത് എന്താണ് സൂചിപ്പിക്കുന്നത്, അത് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഓൺലൈൻ നിഘണ്ടുക്കൾക്ക് അങ്ങനെ ഒരു പ്രസക്തി എനിക്ക് തോന്നുന്നു വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഓളം തെളിയിച്ച ഒരു കാര്യം, നിഘണ്ടു എന്ന് പറയുന്നത് നിഘണ്ടു നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ലെക്സിക്കോഗ്രാഫേഴ്സ് ഉണ്ടാക്കുന്നൊരു കാര്യമല്ല. അത് ജനങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് കാര്യമാണ്. ഭാഷ എന്ന് പറയുന്നത് ജനങ്ങളുടെയാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഓളത്തിൻ്റെ ഒരു വളരെ പ്രാധാന്യം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ വികസിപ്പിക്കാനും കൂടുതൽ ഒരു ഫങ്ഷണാലിറ്റീസ്, ഹൈബ്രിഡൈസേഷൻ, അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനും ഒരു ഹോബിയായിട്ട് തുടങ്ങി ഇത്രയും വലിയൊരു പ്രോജക്റ്റായി മാറിയ ഓളത്തിന് കഴിയട്ടെ എന്നാണ് ഒരു ആശംസ. എനിക്ക് തോന്നുന്നു
ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത് പങ്കുവയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി.